السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت هيلتنا أدركنا وآل كل والصحابة أجمعين. بسم الله الرحمن الرحيم. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك ستر المسجد الحرام. ഏറ്റവും സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, മാന്യ ശ്രോതാക്കളെ, അള്ളാഹു ജല്ല ജലാലുഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ച വിശുദ്ധമായ അവിടുത്തെ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ലഭിച്ച വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഈ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് വലിയ അനുഗ്രഹം നൽകി അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് വിശുദ്ധമായ മക്കയിൽ നിന്ന് വിശുദ്ധമായ ബൈത്തുൽ മഖ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു നിസ്കരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മക്കയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ നേരെ വടക്കോട്ടാണ് ബൈത്തുൽ മഖ്ദസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരേ നേരെ തന്നെയാണ് വിശുദ്ധമായ കഅബയും ബൈത്തുൽ മുഖദ്ദസും. അപ്പം രണ്ടിലേക്കും ഒരുപോലെ തിരിയാൻ സാധിക്കുന്നതാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ ഹബീബ് മദീനയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടുന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന അവിടുത്തെ ഉപ്പാപ്പ നിർമ്മിച്ചിട്ടുള്ള വിശുദ്ധമായ ആ കഅബയിലേക്ക് തിരിയാൻ സാധിച്ചില്ല. അത് ഹബീബായ മുത്തുനബിക്ക് വല്ലാത്ത പ്രയാസമായി. 17 മാസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജെറുസലേമിലുള്ള ബൈത്തുൽ മഖ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ ഹബീബ് പലപ്പോഴും ആഗ്രഹിച്ചു പോയി, ഈ വിശുദ്ധമായ കഅബയിലേക്ക് കിബിലയായി കിട്ടിയാൽ നന്നായിരുന്നേനെ. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഖദ് നറാ തഖല്ലബു വജ്ഹിക ഫിസ്സമാ, അങ്ങയുടെ വിശുദ്ധമായ വദനം ആകാശത്തിലേക്ക് തിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ, അതുകൊണ്ടതാ അങ്ങനെ തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മസ്ജിദുൽ ഹറാം അത് കിബിലയായി കിട്ടാൻ വേണ്ടിയാണല്ലോ. അതുകൊണ്ട് അങ്ങ് കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന, ശ്രദ്ധിക്കുന്ന കിബിലയിലേക്ക് നാം അങ്ങേ തിരിച്ചിരിക്കുന്നു നബിയേ എന്ന് വിശുദ്ധ ഖുർആൻ അൽ ബഖറ സൂറത്തിലെ 144 ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. ഇവിടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അള്ളാഹുവിൻ്റെ ഹബീബ്, ആ മഹ്ബൂബ് ഹബീബിൻ്റെ സന്തോഷം, അവിടുത്തെ ഇഷ്ടം, അള്ളാഹു ആകുന്ന മഹ്ബൂബ് ഹബീബിനെ ഇഷ്ടപ്പെടുത്തലും അവിടുത്തെ സന്തോഷിപ്പിക്കലുമാണ് ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം, വലിയൊരു സന്തോഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദ്ദേശം അത് സഫലീകൃതമായ അതിമഹത്തായ മാസമാണ് വിശുദ്ധമായ ശഅബാൻ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലതാ ബനീ സലമ ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള ഉമ്മു ബിശ്ർ ബി മഹദിയെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ആ വേളയിൽ അവിടെ വെച്ചുകൊണ്ട് ബനീ സലമയുടെ ഗോത്രക്കാരുടെ മസ്ജിദിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നു. ആ നിസ്കരിക്കുന്ന സമയത്ത് ആ അസ്ർ നിസ്കാരത്തിൽ അല്ലെങ്കിൽ ദുഹർ നിസ്കാരത്തിൽ 2 റക്അത്ത് നിസ്കരിച്ചപ്പോൾ ഉടനെ തന്നെ ഈ ആയത്ത് ഇറങ്ങുകയാണ്. ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് കിബിലമാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെടുകയും ആ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന സ്ഥലത്ത് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ എതിർദിശയിലെ കഅബയിലേക്ക് തിരിയുകയാണ്.
അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമും തിരിയുന്നു, നിസ്കരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ആ പള്ളിക്ക് മസ്ജിദുൽ കിബിലത്തൈനി എന്ന പേര് തന്നെ വരാനുള്ള കാരണമായിട്ടുള്ളത്. അങ്ങനെയുള്ള അതിമഹത്തമായ ആ പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്ത പള്ളി കൂടിയാണ്. അതുകൊണ്ട് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു തൃപ്തിപ്പെടുത്തിയിട്ടുള്ള മാസത്തിൽ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബീബിന്റെ തൃപ്തി മഹബൂബിന്റെ തൃപ്തിയാണെങ്കിൽ ആ ഹബീബ് ഏറ്റവും കൂടുതൽ ഈ മാസത്തിൽ ഇബാദത്തിന് വേണ്ടി തെരഞ്ഞെടുത്തെങ്കിൽ നാമും ആ ഹബീബിനെ തൃപ്തിപ്പെടുത്താൻ, അവിടുന്ന് സന്തോഷിക്കാൻ ആവശ്യമായ കർമ്മങ്ങൾ കൂടുതൽ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിയിലൂടെ വിജയം കൈവരിക്കാനും അവിടുത്തെ തിരുച്ചാരത്ത് സ്വർഗീയാരാമത്തിൽ സംഗമിക്കാൻ ഇടം നേടാൻ നാം കൂടുതൽ സുഹൃതങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. റബിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം കൊതിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, വഅിന്നീ ബികസ്റത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണമെന്നാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞിട്ടുള്ള ആ മഹത്വത്തിൽ കാണാം, ഈ വിശുദ്ധമായ രാത്രിയിൽ, പവിത്രമായ ശഅബാനിലെ രാത്രിയിൽ കൂടുതൽ അള്ളാഹുലേക്ക് ഇബാദത്ത് ചെയ്തതുകൊണ്ട്, അള്ളാഹുവിനെ കൂടുതൽ ധ്യാനിച്ചത് കൊണ്ടാണ് ആ മനുഷ്യന് അത്രയും വലിയ സ്ഥാനം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ അത്രയും വലിയ പവിത്രതയുള്ള മഹത്വമുള്ള ഈ മാസത്തിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അടക്കം നമ്മോട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മാസത്തിൽ പരമാവധി ഉപയോഗപ്പെടുത്തണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.